കുറച്ച് നാൾ പഴയതായിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണിക്കാം. കുറച്ച് പഴയതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. തടവുകാരുടെ അധ്വാനം കുറയ്ക്കാനുള്ള സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് ഹൈടെക് അടുക്കള നിർമ്മിച്ചത്. 1.5 കോടി രൂപയോളം ചെലവിട്ടാണ് ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കിയത്. 50 കിലോ പച്ചക്കറികൾ അരിയാൻ പോലും ചുരുങ്ങിയ സമയം മതി. ചോറുണ്ടാക്കാനും പാത്രങ്ങൾ കഴുകാനും വെവ്വേറെ സംവിധാനങ്ങൾ. പാത്രങ്ങൾ കഴുകിയ വെള്ളം ശുചീകരിച്ച് വീണ്ടും ഉപയോഗിക്കാൻ ജലശുദ്ധീകരണ പ്ലാന്റ്. പാചകം ചെയ്ത ഭക്ഷണ വിഭവങ്ങൾ വിവിധ ബ്ലോക്കുകളിൽ എത്തിക്കാൻ ബാറ്ററി കാറും സജ്ജമാണ്. പണ്ട് പറയുന്നത് പോലെ ഗോതമ്പുണ്ടെയും പിന്നെ ഈ ഭക്ഷണം തൂക്കി കൊണ്ടുപോകുന്നതാണ് ജയിലിന്റെ ഒരു ടാഗ് ലൈനായിട്ട് കൊടുക്കാറുണ്ടെങ്കിൽ അതെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. പഴയ ജയിലല്ല, നമ്മൾ എല്ലാ കാര്യങ്ങളിലേക്കും ആധുനികവൽക്കരണം കൊണ്ടുവരുന്നു. അത് സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമാണ്. ഇത്തരം കാര്യങ്ങൾ സർക്കാരിന് കൂടുതൽ ശ്രദ്ധയുണ്ട്. തടവുകാരുടെ വസ്ത്രങ്ങളും പുതുപ്പുകളും കഴുകാൻ ആധുനിക രീതിയിലുള്ള മെഷീനും സജ്ജമാണ്. പുറമേ നിന്നുള്ള വസ്ത്രങ്ങൾ അലക്കി തേച്ച് തിരിച്ചു നൽകാനുള്ള ഓർഡറുകളും അധികം വൈകാതെ ജയിലിൽ ഏർപ്പെടുത്തും. സെല്ലുകൾക്ക് മുന്നിൽ നല്ല മുന്തിരി കൃഷിയും തുടങ്ങിയിട്ടുണ്ട്. കീടനാശിനിയില്ലാത്ത മുന്തിരികളും കിട്ടും തടവുകാർക്ക്. സെൻട്രൽ ജയിലിലെ പഴക്കം ചെന്ന കെട്ടിടങ്ങൾ കൂടി പുതുക്കിപ്പണിതാൽ കെട്ടിലും മട്ടിലും നക്ഷത്ര ഹോട്ടലാകും ജയിൽ. കോതമംഗലത്ത് പെൺ സുഹൃത്ത് യുവാവിന് വിഷം കൊടുത്ത് കൊന്നതാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. പോലീസ് ചേലാട് സ്വദേശിനി അദീനയാണ് പ്രതി. അതിക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴുകിയാണ് യുവതി അതായത് 1.5 കോടി രൂപ ചെലവഴിച്ച് ജയിൽ പുള്ളിക്ക് കുറ്റവാളികൾക്ക് ഇത്രയും ആനുകൂല്യം, അതായത് 5 സ്റ്റാർ ഹോട്ടലിൽ മാറി നിൽക്കും, അമ്മാതിരി സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട്, അതായത് ഫുഡ് കഷ്ടപ്പാടില്ല. ഇതിനകത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നുണ്ട്, പണ്ടത്തെ രീതിയിൽ പോലുള്ള ഗോതമ്പുണ്ടയും ചോറും ഒന്നും അല്ലെന്നിപ്പോൾ. പോഷകാഹാരങ്ങളാണ് അവർക്ക് കിട്ടുന്നത്. പിന്നെ അവരെന്തിന് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കണം? എന്തെങ്കിലും കുറ്റം ചെയ്യുക, ജയിലിനുള്ളിൽ പോരുക. ഈ ഒറ്റൊരു കാരണം കൊണ്ട് മാത്രമാണ് ഇത്രയും അതിക്രമം നാട്ടിൽ സംഭവിക്കുന്നത്. ഇത്രയും. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ടൊരു വാർത്തയാ, പെൺ സുഹൃത്ത് ആൺ സുഹൃത്തിന് വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചു, ആൾ മരിച്ചു. ഗ്രീഷ്മ എന്ന് പറഞ്ഞൊരു പെണ്ണ് സെയിം തന്നെയല്ലേ ചെയ്തേ? അവള് ജ്യൂസിനകത്താണ് കലക്കി കൊടുത്തത്. ജയിലിനകത്ത് സുഖവാസമാണല്ലോ, ഒന്നും അറിയണ്ടല്ലോ. പച്ചക്കറികളായാലും മെഷീനകത്തിട്ട് കട്ട് ചെയ്ത് വരും, പാത്രം കഴുകാനുള്ള മെഷീനായി, തുണി ഇളക്കി വിരിച്ച് തേച്ച് വരാനുള്ള മെഷീനായി, എല്ലാത്തിനും. ആരോട് പറയാൻ? സർക്കാരിന് അതിനൊക്കെ ശ്രദ്ധിക്കാനുള്ളൂ. അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, നാളെ നമ്മുടെ നാടിന് തന്നെ വാഗ്ദാനങ്ങളാണ്ട് നന്നായി പഠിച്ച് ഉയരേണ്ട വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ആനുകൂല്യം എന്താണ്? പുഴു അരിച്ചരിയോ? ഇപ്പം കുറേയൊക്കെ മറ്റേ ആ വിദ്യാഭ്യാസ മന്ത്രി വന്നിട്ട് കുറേയൊക്കെ മാറ്റുന്നുണ്ട്. എത്ര നാൾ ഉണ്ടാവും എന്നറിയത്തില്ല. എന്തായാലും ഇനി ഇലക്ഷൻ എടുക്കാറായതിൻ്റെ ആണോ എന്ന് നമുക്കറിയാൻ പാടില്ല. അതിന് ഞാൻ ഇടപെടുന്നില്ല, എനിക്കതിനൊന്നും സംസാരിക്കേണ്ട താല്പര്യമില്ല. പക്ഷെ എന്നാലും കാണിക്കുന്നത് കുറച്ച് പോക്കൃത്തരം.